നമസ്കാരം. പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന സ്ത്രീയുടെ 5 പവന്റെ മാല കവർന്നു. വെള്ളാങ്കല്ലൂരിൽ പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന സ്ത്രീയുടെ മാല കവർന്നു. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മഞ്ഞളി കോലംകണ്ണി ബാബുവിന്റെ ഭാര്യ റാണി ബാബുവിന്റെ 5 പവനോളം വരുന്ന മാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘത്തിലെ ഒരാൾ ഹെൽമറ്റ് വെച്ചിരുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈഡേയിൽ വാഹനത്തിൽ കറങ്ങി മദ്യവിൽപ്പന. കയ്യിൽ 18 വിദേശ കുപ്പികൾ. യുവാവ് തലസ്ഥാനത്ത് അറസ്റ്റിൽ. വാഹനത്തിൽ കറങ്ങി നടന്ന് വിദേശ മദ്യം വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം വെഞ്ചങ്കോട് വികാസ് നഗർ സ്വദേശി രതീഷിനെയാണ് പിടിയിലാക്കിയത്. CV നഗർ പ്രദേശത്ത് വെച്ച് 18 കുപ്പി വിദേശ മദ്യവുമായാണ് പ്രതിയെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം വെഞ്ചക്കോട് വികാസ് നഗർ സ്വദേശി രതീഷാണ് പിടിയിലായത്. CV നഗർ പ്രദേശത്ത് വെച്ച് 18 കുപ്പി വിദേശ മദ്യവുമായാണ് പ്രതിയെ ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്രൈഡേ ദിവസങ്ങളിലായിരുന്നു പ്രതിയുടെ മദ്യവിൽപ്പന. ഈ ദിവസങ്ങളിൽ വിദേശ മദ്യ ഷോപ്പുകൾക്ക് അവധിയായിരുന്നതിനാൽ ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് വൻതോതിൽ മദ്യം സ്റ്റോക്ക് ചെയ്ത് വിറ്റഴിക്കുന്നതായിരുന്നു പതിവ്. ഡ്രൈഡേ ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ച് വൻതോതിൽ മദ്യം സ്റ്റോക്ക് ചെയ്ത് വിറ്റഴിക്കുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ. മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പോലീസ് കണ്ടെടുത്തു. ആലപ്പുഴയിൽ ബൈക്ക് മോഷണം പിന്നാലെ പ്രതി മുങ്ങി. 4 മാസത്തിനു ശേഷം തിരുവനന്തപുരത്ത് പിടിയിൽ. ബൈക്ക് മോഷണ കേസിലെ പ്രതി 4 മാസത്തിനു ശേഷം അറസ്റ്റിൽ. കൊല്ലം അഞ്ചൽ വടവൺമുറിയിൽ ബിജു വിലാസത്തിൽ വിജിൻ ബിജുവിനെയാണ് പിടിയിലാക്കിയത്. ഡിസംബർ 12 വൈകുന്നേരം 4 ആദിക്കാട്ടുകുളങ്ങര മുസ്ലിം ജമാഅത്ത് പള്ളിവളപ്പിൽ വെച്ചിരുന്ന ആദിക്കാട്ടുകുളങ്ങര ദാറുൽ സലാം വീട്ടിൽ മുഹമ്മദ് സുൽഫിയുടെ ബൈക്കാണ് മോഷ്ടിച്ചത്. മോഷണം നടന്ന സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള CCTVകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ ചിത്രം ലഭിച്ചു. കൊട്ടാരക്കര പോലീസ് നടത്തിയ നൈറ്റ് പെട്രോളിങ്ങിനിടെ പ്രതിയും വാഹനവും പോലീസിന്റെ മുന്നിൽ അകപ്പെട്ടുവെങ്കിലും വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. സംഭവ സ്ഥലത്തു നിന്നും കിട്ടിയ ആധാർ കാർഡിൽ പ്രതിയുടെ ചിത്രവുമായി സാമ്യമുള്ളതിനാൽ നൂർനാട് പോലീസ് അഞ്ചലിൽ പോയി അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കിട്ടിയില്ല. കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നാണ് വിജിൻ ബാബു പിടിയിലായത്. ഇയാൾക്കെതിരെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒട്ടേറെ മോഷണ കേസുകൾ നിലവിലുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. 2022 നവംബർ മറ്റൊരു മോഷണ കേസിൽ ജാമ്യം ലഭിച്ച് തിരുവനന്തപുരം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് ആദിക്കാട്ടുകുളങ്ങരയിൽ മോഷണം നടത്തിയത്. മാവേലിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. ബാറിന് മുന്നിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. മൊബൈൽ മോഷ്ടിച്ച് കടന്നു. പ്രതികൾ പിടിയിൽ. കണ്ണനല്ലൂരിൽ ബാറിന് മുന്നിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. മുട്ടക്കാവ് സ്വദേശികളായ യാക്കൂബ്, അനിൽകുമാർ എന്നിവരാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കണ്ണനല്ലൂർ ജംഗ്ഷന് സമീപമുള്ള ബാറിന് മുന്നിൽ നിന്നും യുവാവിനെ 2 പേർ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത്. മദ്യപിക്കാനെത്തിയ പ്രതികളും യുവാവും തമ്മിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ഇത്. നെടുമ്പന TB ആശുപത്രിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ എത്തിച്ച് പ്രതികൾ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ചു. ശേഷം മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. മോഷ്ടിച്ച മൊബൈൽ ഫോൺ വിൽക്കാനായി കൊല്ലത്തുള്ള കടയിലെത്തിയെങ്കിലും വിലയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് റോഡരികിൽ ഉപേക്ഷിച്ചതായാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വാർത്തകൾ തുടരും. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.